ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. തുടരും സിനിമ OTT-യിലും റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും തിയേറ്ററുകളിലെ പ്രതിദിനം ലക്ഷങ്ങൾ കളക്ഷൻ നേരിടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഫൈനൽ കളക്ഷൻ അടുത്ത ഏതാനും ദിവസങ്ങളിൽ വരാനായിട്ട് പോകുന്ന സിനിമയ്ക്ക് നിലവിൽ 232-233 കോടി റേഞ്ചിലാണ് തിയേറ്റർ കളക്ഷൻ എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ഇപ്പോഴത്തെ സിനിമയുടെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള പല ഡീറ്റെയിൽസ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയുടെ ബഡ്ജറ്റ് 30 കോടിയോളം പ്രതീക്ഷ സ്ഥാനത്ത് സിനിമയ്ക്ക് 35 കോടി ബഡ്ജറ്റ് ഉണ്ട് എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പകുതിയിലേറെ തുകയും ലാലേട്ടന്റെ പ്രതിഫലമാണ് എന്നൊരു റിപ്പോർട്ടാണ് പ്രധാനമായിട്ടും പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ഏകദേശം 20 കോടിയോളം രൂപ സിനിമയിലെ ലാലേട്ടന്റെ പ്രതിഫലമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ആശീർവാദ് സിനിമാസിന്റേതല്ലാത്ത ലാലേട്ടൻ സിനിമകളിൽ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങി ലാലേട്ടൻ അഭിനയിച്ച സിനിമ ഒരുപക്ഷെ മലയാളത്തിൽ തുടരുമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് രജപുത്ര രഞ്ജിത്തിനോട് ലാലേട്ടൻ ഒരു വാക്ക് കൊടുത്തിരുന്നു. അത് പ്രകാരം തുടരും സിനിമയ്ക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അത് താൻ കോമ്പൻസേറ്റ് ചെയ്തിരിക്കും എന്ന ലാലേട്ടന്റെ വാക്കാണ്. എന്തായാലും അങ്ങനെ ഒന്നും തന്നെ വേണ്ടി വന്നില്ല. തുടരും സിനിമയുടെ ആദ്യ ദിവസത്തെ തിയേറ്റർ കളക്ഷൻ കിട്ടിയപ്പോൾ തന്നെ സിനിമ ലാഭകരമായി എന്നൊരു വിവരം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആദ്യ ദിവസം സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത് 17 കോടി ഗ്രോസ് ആണ്. ആദ്യ ദിവസത്തെ സിനിമയുടെ ഷെയറും മറ്റ് ബിസിനസ് കണക്കുകളും കൂട്ടിയാൽ ഈ പറഞ്ഞ 35 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ നിർമ്മാതാവിന് കയ്യിൽ കിട്ടി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ തുടരും എത്രത്തോളം കളക്ഷൻ നേടിയെടുത്തോ അതെല്ലാം തന്നെ സിനിമയുടെ നിർമ്മാതാവിന് കിട്ടിയ ഏറ്റവും വലിയ ലാഭമാണ് എന്ന് നിസ്സംശയം പറയാം. സിനിമയ്ക്ക് തിയേറ്ററുകളിലെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 100 കോടിക്കടുത്താണല്ലോ ഷെയർ വന്നത്. ഇതുകൂടാതെ OTT സാറ്റലൈറ്റ് ഓഡിയോ റൈറ്റ്സ് ഉൾപ്പെടെയുള്ള വൻ ബിസിനസ് ആണ് സിനിമയുടെ പേരിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഇതൊന്നും കൂടാതെ മിൽമ ഉൾപ്പെടെയുള്ള പല ബ്രാൻഡുകളുമായിട്ട് ഇതിനോടകം തന്നെ കൊളാബ് ചെയ്ത് രഞ്ജിത്തിന്റെ പല ബിസിനസ് പരിപാടികളെല്ലാം തന്നെ തുടരും സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ 35 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഏകദേശം 100 കോടിയോളം രൂപ രജപുത്ര രഞ്ജിത്തിന് ലാഭം നേടിക്കൊടുത്തു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മലയാളത്തിൽ ഒരു നിർമ്മാതാവിന് കിട്ടുന്ന ഏറ്റവും വലിയ തിയേറ്റർ ഷെയർ ആയിട്ട് ഈ ഷെയറും അതോടൊപ്പം തന്നെ ലാഭക്കണക്കെല്ലാം തന്നെ മാറുകയാണ്. ആകെ മൊത്തത്തിൽ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഇനി മറക്കാൻ സാധിക്കാത്ത ഒരു വലിയ ലാഭം ഉണ്ടാക്കുന്ന സിനിമയായിട്ട് ലാലേട്ടന്റെ തുടരും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ടിനും ഒപ്പം തന്നെ സക്സസ് സെലിബ്രേഷൻ അപ്ഡേറ്റിനെല്ലാം തന്നെയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.